എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ മനസ്സിലെ വലിയ ആഗ്രഹങ്ങളുണ്ടല്ലേ? എന്നാൽ അതിനു വേണ്ടിയിട്ട് ഒരു ചുവടെടുക്കുമ്പോൾ ഇതെനിക്ക് പറ്റുമോ, ഇതെനിക്കുള്ളതാണോ എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിലൂടെ നമ്മുടെ ചിന്തകളെ എങ്ങനെ ശക്തമാക്കി നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താം എന്ന് നോക്കാം. ഞാൻ ദീപ്തി, ഹിപ്നോട്ടിക് കൗൺസിലർ, സക്സസ് കോച്ച് ആൻഡ് മാൻ പവർ കോച്ച്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. വലിയ വലിയ ലക്ഷ്യങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വലിയ ജോലി നേടണം, വലിയ വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അല്ലേ? പക്ഷേ പലരും പറയുന്ന കാര്യമാണ്, എൻ്റെ സിറ്റുവേഷൻ പോരാ, എനിക്കാരും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എനിക്ക് പണമില്ല എന്നൊക്കെ. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്? എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന്. പക്ഷെ ഓർത്തോളൂ, നമ്മുടെ ചിന്തകളെ ശക്തമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ തന്നെ പറ്റും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ഗ്രാമത്തിൽ കണ്ണൻ എന്ന് പറയുന്ന കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ വലിയ ആഗ്രഹങ്ങളായിരുന്നു. തനിക്ക് വളരണം, എൻ്റെ വീടിനെ രക്ഷിക്കണം എന്നൊക്കെ. പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്ന ചിന്തയെന്ന് വെച്ചാൽ, എൻ്റെ വീട് വളരെ ദാരിദ്ര്യത്തിലാണ്, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് എനിക്ക് സാധ്യമാകുക എന്ന്. അങ്ങനെ ഒരു ദിവസം ആ കുട്ടി തൻ്റെ ഗുരുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് വളരണം എന്നൊക്കെ. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ അത് എനിക്ക് അനുവദിക്കുമോ എന്നുള്ള ചിന്ത എന്നിലേക്ക് വരികയാണ്. ഞാൻ എന്താണ് ചെയ്യാൻ എനിക്ക് പറ്റുക? ഗുരു കുട്ടിയെ നോക്കിക്കൊണ്ട് മറുപടി ഒന്നും പറഞ്ഞില്ല. ഗുരു ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് മലഞ്ചെരിവിനിടയിലൂടെ ഇങ്ങനെ നടന്നു ഒരു വലിയ പാറക്കെട്ടുകളുടെ അടുത്തെത്തി. അവിടെയാണെങ്കിലോ ഒരു കുറേ പാറകൾക്കിടയിലൂടെ, ഒരു പാറകളുടെ വിള്ളിലൂടെ ഒരു ചെടി ഇങ്ങനെ വളർന്ന് മുകളിലേക്ക് നിൽക്കുകയാണ്. അപ്പം ആ ചെടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഗുരു ചോദിച്ചു, മോനെ, ആ ചെടിയുടെ അവസ്ഥ എന്താണ്? അപ്പം കണ്ണൻ പറഞ്ഞു, അതിന് വളരാൻ മണ്ണില്ല, വെള്ളവുമില്ല, ചുറ്റും പാറകൾ മാത്രമാണ്. അവൻ വളരെ അതിശയത്തോട് ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത്? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ആ ചെടിക്ക് ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വളരണം, ഈ പാറയ്ക്ക് മുകളിൽ തല ഉയർത്തി നിൽക്കണം. അത് അതിൻ്റെ ആഗ്രഹത്തെ വളരെ ശക്തമായ ചിന്തയാക്കി മാറ്റി. എനിക്ക് വളരാൻ വെള്ളമില്ലെന്ന് പരാതി പറഞ്ഞില്ല. പകരം തൻ്റെ മുഴുവൻ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ആ വിള്ളലിലൂടെ വേരുകൾ താഴേക്കിട്ടു. അങ്ങനെ പതിയെ വെള്ളം വലിച്ചെടുത്തു. അങ്ങനെ പതിയെ 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 അത് വളർന്നു. എന്നിട്ട് ആ പാറയെ പൊട്ടിച്ചുകൊണ്ട് വലിയ വൃക്ഷമായി പൂത്തിലഞ്ഞു നിൽക്കുന്നു. അതുവഴി പോകുന്നവരെല്ലാം വളരെ അത്ഭുതത്തോടുകൂടി, ഈ പാറക്കെട്ടുകൾക്കുള്ളിൽ എങ്ങനെയാണ് ഈ ഒരു വൃക്ഷം നിൽക്കുന്നത്? നോക്കൂ, ശക്തമായ ചിന്ത ആ വേരിൽ കൂടുതൽ ശക്തി പകർന്നു. ടൺ കണക്കിന് ഭാരമുള്ള ആ ഒരു പാറയെ പോലും അത് കീറി മുറിച്ചു. മോനെ, നിന്റെ സാഹചര്യങ്ങളും ഈ പാറ പോലെയാണ്. നിന്റെ ആഗ്രഹത്തെ ശക്തമായ ചിന്തയാക്കി മാറ്റിയാൽ നിനക്ക് ആഗ്രഹിച്ചതെന്തും നേടാൻ കഴിയും. കണ്ണൻ്റെ കണ്ണുകൾ വികസിച്ചു. അവന് ലക്ഷ്യബോധം കിട്ടി. പിന്നീട് അവൻ്റെ മറ്റ് സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ ചിന്തിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം അവൻ ആഗ്രഹിച്ചതിലും കൂടുതൽ ഉയരങ്ങളിൽ അവൻ എത്താൻ സാധിച്ചു. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെല്ലാം ഈ പാറ പോലെയാണ്. എന്നാൽ നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ശക്തമായ ചിന്തകളാക്കി മാറ്റണം. ആ ശക്തമായ ചിന്തകൾ നമ്മുടെ മനസ്സിന് നല്ല ലക്ഷ്യബോധം നൽകും. ആ ലക്ഷ്യബോധം ഉണ്ടായാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പാറ പോലുള്ള പ്രശ്നങ്ങളെ പിളർക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഓർക്കുക, നമ്മുടെ മുന്നിലേക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് വിജയിക്കണമെന്ന ആഗ്രഹത്തെ ശക്തമാക്കൂ. എനിക്ക് വിജയിക്കണം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്